നമ്മളിപ്പോൾ നിൽക്കുന്നത് കാന്തല്ലൂരിന് പോകുന്ന വഴിക്ക് വെട്ടുകാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടുത്തെ മറയൂർ ശർക്കര നിർമ്മാണം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ ഉടമസ്ഥൻ ചേട്ടൻ്റെ പേര് ഭഗവതിയപ്പൻ എന്നാണ്. ഇതാണ് അവരുടെ കരിമ്പ് കൃഷി. ഈ കരിമ്പിൻ തോട്ടത്തിലാണ് ശർക്കര നിർമ്മാണത്തിന് ആവശ്യമായ കരിമ്പുകൾ അവർ കൃഷി ചെയ്യുന്നത്. ഈ കാണുന്ന യന്ത്രം ഉപയോഗിച്ചാണ് കരിമ്പിൻ തണ്ടിൽ നിന്ന് ശർക്കര ഉണ്ടാക്കാനുള്ള നീരെടുക്കുന്നത്. ഡീസലിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പേര് ക്രഷർ എന്നാണ്. കൂടാതെ ഇവിടെ നിന്നും നമുക്ക് നല്ല ഫ്രഷ് കരിമ്പിൻ ജ്യൂസ് കുടിക്കുവാനും കിട്ടും. കരിമ്പിൻ്റെ നീരെടുത്ത ശേഷം മാറ്റിയിടുന്ന കരിമ്പിൻ ചണ്ടി ഉപയോഗിച്ചാണ് ശർക്കര ഉണ്ടാക്കുന്ന അടുപ്പിൽ തീ കത്തിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ശർക്കര ഉണ്ടാക്കുന്ന പ്ലാന്റിലേക്കാണ്. ഈ പ്ലാന്റിന് ഇവിടെ പറയുന്ന പേര് ആലപ്പുര എന്നാണ്. അങ്ങനെ നമ്മൾ ആലപ്പുരയ്ക്കകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ അവർ ശർക്കര ഉണ്ടാക്കുവാനുള്ള രണ്ടാം ഘട്ടം തുടങ്ങുകയാണ്. ഇവിടേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ട മെഷീനിലിട്ട് അരിച്ചെടുത്ത കരിമ്പിൻ ജ്യൂസാണ് അവർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് നിറച്ചുകൊണ്ടിരിക്കുന്നത്. ശർക്കര ഒഴിക്കുന്ന ഈ പാത്രത്തിന് ഇവർ വിളിക്കുന്ന പേര് കൊപ്ര എന്നാണ്. നേരത്തെ 9 മാസം പ്രായമായ കരിമ്പായിരുന്നു മറയൂർ ശർക്കര നിർമ്മാണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 12 മാസം പ്രായമായ പൂർണ്ണ വളർച്ചയെത്തിയ കരിമ്പാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വരുന്ന ആളുകൾക്ക് വാങ്ങുന്നതിന് മുൻപ് ശർക്കര അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കുവാനും അവസരമുണ്ട്. കൊപ്രയിലേക്ക് വന്നു വീഴുന്ന കരിമ്പിൻ നീരിലെ വെള്ളം വറ്റിക്കുവാനായി 3 മണിക്കൂറോളമാണ് അടുപ്പിൽ വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ കരിമ്പിൻ നീരിൽ നിന്നും വെള്ളമൊക്കെ പറ്റിച്ച് കളഞ്ഞ ശേഷം കിട്ടുന്ന ശർക്കര പാനി ഉപയോഗിച്ച് 100 മുതൽ 120 കിലോ വരെ ശർക്കര ഉണ്ടാക്കുവാൻ സാധിക്കും. ഇതുപോലെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് മറയൂർ ശർക്കര കേടുകൂടാതെ ഒരുപാട് നാൾ ഇരിക്കുന്നത്. മെഷീനിൽ നിന്നും അരിച്ചു വരുന്ന കരിമ്പിൻ ജ്യൂസ് ഓസിലൂടെ കടന്ന് ഈ പാത്രത്തിലാണ് ആദ്യം വന്ന് വീഴുന്നത്. അടുപ്പിലിരിക്കുന്ന കരിമ്പിൻ നീര് ഇളക്കുന്നതിനോടൊപ്പം ഉണങ്ങിയ കരിമ്പിൻ ചണ്ടി ഉപയോഗിച്ച് അടുപ്പിലേക്ക് തീ കത്തിക്കുകയാണ് ഈ ചേട്ടൻ. നമ്മുടെ ശർക്കരപ്പാനി അത്യാവശ്യം വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ തന്നെ തയ്യാറായിട്ടുണ്ട്. എങ്കിലും ഇതുപോലെ തന്നെ ഈ ശർക്കരപ്പാനി കുറച്ച് സമയം കൂടി അടുപ്പത്ത് ഇരിക്കണമെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഭഗവതിയപ്പൻ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നു. ഈ നിന്ന് ശർക്കരപ്പാനി ഇളക്കുന്ന ആളാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ ഭഗവതിയപ്പൻ ചേട്ടൻ. ചേട്ടൻ്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തേക്കാം. മറയൂർ ശർക്കര വാങ്ങാനും ശർക്കര നിർമ്മാണം നേരിട്ട് കാണാനും താല്പര്യമുള്ളവർ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. വെള്ളം പറ്റിയ ശർക്കരപ്പാനി ഇതിലേക്ക് തുറന്നു വിടാനുള്ള സമയമായെന്ന് തോന്നുന്നു. മറ്റേ ചേട്ടൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അങ്ങനെ മറയൂർ ശർക്കര ഉണ്ടാക്കുവാനുള്ള ശർക്കരപ്പാനി തുറന്നുവിടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്.
ഏകദേശം 3 മണിക്കൂറോളം അടുപ്പിൽ വെച്ച് വെള്ളം പറ്റിച്ച ശേഷമാണ് ഈ പാത്രത്തിലുള്ള ശർക്കരപ്പാനി ശർക്കരയുണ്ടാക്കുവാനുള്ള 3-ാം ഘട്ടത്തിലേക്ക് തുറന്നു വിടാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഈ വന്നു വീഴുന്ന ശർക്കരപ്പാനി ഒരു തരി വെള്ളം പോലുമില്ലാത്ത പ്യുവർ ശർക്കരപ്പാനി എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ മുഴുവൻ ശർക്കരപ്പാനിയും അടുപ്പിലുള്ള പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇവർ ഒരു അരമണിക്കൂറോളം ഇതുപോലെ ഈ ശർക്കരപ്പാനി ഇളക്കിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ചൂട് പോകണം, എന്നിട്ടാണ് ഇത് ശർക്കര ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഇതിൻ്റെ ചൂടൊക്കെ പോയി ഇവർ 3 പേരും ഇനി ഇത് ഇളക്കിയെടുത്ത് 3 സൈഡിലേക്ക് കൂട്ടുകയാണ്. ഇങ്ങനെ ഇളക്കിയെടുത്ത ശർക്കരപ്പൊടി 3 വശത്തേക്കും കൂട്ടിവെച്ച് അവർ ശർക്കര ഉണ്ടാക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ പൊടി ഇതുപോലെ ഉരുട്ടി വെച്ച് കഴിയുമ്പോൾ മറയൂർ ശർക്കരയുടെ ഏകദേശം പണി പൂർത്തിയായി കഴിഞ്ഞു. ഇനി ആവശ്യമുള്ളവർക്ക് പാക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ, ഇവിടെ കയറി നോക്കുന്നതിനോ ശർക്കര നിർമ്മാണം കാണുന്നതിനോ ശർക്കര ടേസ്റ്റ് ചെയ്യുന്നതിനോ ഒന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം ഫ്രീ ആണ്. വളരെ നല്ലൊരു മനുഷ്യനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഭഗവതിയപ്പൻ ചേട്ടൻ. അതുപോലെ തന്നെ വളരെ നല്ലൊരു മനുഷ്യൻ തന്നെയാണ് ഇതിൻ്റെ മാനേജർ രാജേഷ് ചേട്ടനും. പുള്ളിയാണ് ഞങ്ങളെ ഇവിടെയെല്ലാം കൊണ്ടു നടന്ന് ഇവിടുത്തെ കരിമ്പന്തോട്ടം എല്ലാം കാണിച്ചു തന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.